പൈത്തൺ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സെക്ഷനിൽ പൈത്തൺ ഫംഗ്ഷൻസ് ഇൻ പൈത്തൺ, അതായത് പൈത്തണിൽ ഫംഗ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മറ്റ് ലാംഗ്വേജുകളൊക്കെ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. സോ സെയിം മെത്തേഡൊക്കെ തന്നെയാണ് പൈത്തണിലും വരുന്നത്. എന്താണ് ഫംഗ്ഷൻസ്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. സോ നമുക്ക് വീഡിയോ സെക്ഷനിലേക്ക്. സോ ഫംഗ്ഷൻസ് നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കോതമംഗലത്താണുള്ളത്. കോതമംഗലത്തിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഡിഷാണ് പിടിയും കോഴിയിറച്ചിയും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേരളത്തിലുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് കരിമീൻ പൊള്ളിച്ചത് എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ വരുന്ന വേറെ സംസ്ഥാനത്തു നിന്നുള്ള വേറെ ആളുകളോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ള ഒരാളുകളോ അത് വന്ന് കഴിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി, ദെൻ ഒരു ഗസ്റ്റ് വന്ന് കഴിച്ചു, ദെൻ ആൾക്ക് ഇഷ്ടപ്പെട്ട് അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ നമ്മളത് ആൾക്ക് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് ചെയ്ത് എടുത്തത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ദെൻ അടുത്ത ദിവസം അടുത്ത ഗസ്റ്റ് വന്നു, ആളും ഇതുപോലെ തന്നെ ചോദിച്ചു, നമ്മൾ ഓരോ തവണ പറഞ്ഞു കൊടുത്തു. ദെൻ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഒരുപാട് തവണ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ റെസിപ്പീസ് പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നെങ്കിലും ഒരു പേപ്പറിനകത്തേക്ക് ഈ റെസിപ്പി എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോ രൂപത്തിലൊക്കെ നമുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അവർക്ക് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ്ലി പറഞ്ഞു കൊടുക്കാതെ അവർ പേപ്പർ വന്നിട്ട് അല്ലെങ്കിൽ അവർ റെസിപ്പി ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് അവർക്ക് ആ പേപ്പറോ അല്ലെങ്കിൽ ആ വീഡിയോ ഫുട്ടേജ് എടുത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ പബ്ലിഷ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ നമ്മളിപ്പോൾ ഇതുപോലെ ട്രെയിനിങ് ചെയ്യുന്നതാണെങ്കിലും, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നേരിട്ട് വന്നിങ്ങനെ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ രൂപത്തിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും ഇത് എടുത്ത് പഠിക്കാം. സോ ഇതേ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് നോക്കിയാൽ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു ബ്ലോക്ക് ഓഫ് കോഡുകളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ദെൻ അതിനെ നമുക്ക് കോൾ ചെയ്തെടുക്കാം. അതായത് ഒറ്റ കോളിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ പൈത്തൺ ഇൻ ഫംഗ്ഷൻ സബ്ജക്റ്റ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ കാണുന്ന വീഡിയോ ജസ്റ്റ് ആ ഒരു കീവേഡ് കോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ഫയൽ കിട്ടും. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് തന്നെ ഫംഗ്ഷൻസിനെ പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫംഗ്ഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തുനിന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. സോ നമുക്ക് ഒറ്റ കീവേഡിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്തുനിന്ന് ലേൺ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമുക്ക് പൈത്തണിൻ്റെ കേസിനകത്ത് രണ്ട് രീതിയിൽ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ യൂസറിന് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പ്രീവിയസ് സെക്ഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ലെങ്ത്ത് ഒരു ബിൽറ്റ് ഇൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസുകളാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പൈത്തണിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ ബിൽറ്റ് ഇൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് ഈ ടൈപ്പ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് യൂസറിന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം സ്വന്തമായിട്ടൊരു ഫംഗ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു റെസിപ്പി, നിങ്ങളൊരു ഫുഡ് ഒരു ബ്ലോഗറോ കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായിട്ട് ഒറ്റ തവണയായിട്ട് ആവശ്യക്കാർക്ക് അതിനെ കോൾ ചെയ്തെടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് യൂസറിന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുന്ന പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട്, അതായത് പല തവണ യൂസ് ചെയ്യേണ്ട വരുന്ന ബ്ലോക്ക് ഓഫ് കോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് കോൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ തവണയും ഈ സെയിം പ്രോഗ്രാം തന്നെ പല തവണയായിട്ട് എഴുതി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു തവണ മാത്രം എഴുതിയിട്ട് അതിനെ നമുക്ക് ആ ഒരു ഒറ്റ ലൈൻ കോഡ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം, എന്തായാലും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്, അതായത് യൂസർ നിങ്ങളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കീവേഡ് യൂസ് ചെയ്യേണ്ടത് ഡിഫ് എന്ന് പറയുന്ന ആ ഒരു ഡിഫൈൻ ചെയ്യേണ്ട ആ ഒരു കീവേഡ് നിങ്ങൾ യൂസ് ചെയ്യണം. ദെൻ എന്താണോ നിങ്ങളുടെ നെയിം, അതായത് ഫംഗ്ഷൻ നെയിം എന്താണോ ആ ഒരു ഫംഗ്ഷൻ നെയിം നിങ്ങൾ എഴുതി കൊടുക്കണം. ആ ഒരു ഫംഗ്ഷൻ നെയിം എഴുതി കൊടുക്കണം. ദെൻ ഇവിടെ ഒരു പാരന്തസിസ് വരുന്നുണ്ട്, അവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് റൗണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്. ഈ പാരാമീറ്റേഴ്സ് ഓപ്ഷനാണ്, നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ ബ്രാക്കറ്റ് കൊടുക്കണം. ദെൻ ഒരു കോളൻ ഇട്ട് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് ബാക്കി എന്താണ് ഫംഗ്ഷൻ ബോഡി എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അതായത് നിങ്ങൾ എന്താണോ സ്ക്രിപ്റ്റ് എഴുതുന്നത്, എന്ത് പ്രോഗ്രാംസ് ആണോ എഴുതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് എത്ര കോഡ് വേണമെങ്കിലും കൊടുക്കാം. അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് എക്സിക്യൂട്ട് ആയിട്ട് കിടക്കും. ഓക്കെ, ദെൻ റിട്ടേൺ എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇതും ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷനിലാണ്. നമ്മൾ എഴുതിയതിലും കുഴപ്പമില്ല.
ഈ പാരാമീറ്റേഴ്സും റിട്ടേൺ എക്സ്പ്രഷൻസ് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ ഈ ഡിഫൈനും ഫംഗ്ഷൻ നെയിമും മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ കോളൻ ഇട്ട് കൊടുക്കണം. ദെൻ ഫംഗ്ഷൻ ബോഡിയും മസ്റ്റായിട്ട് വേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഈ പാരന്തസിസും വേണം. ഇപ്പോൾ എം ടി ആയിട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ എം ടി ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഞാനിവിടെ ഒരു പുതിയൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് ഒരു ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിഫ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു. ദെൻ നമുക്കൊരു ഫംഗ്ഷൻ നെയിം കോൾ ചെയ്യാം. അപ്പോൾ ആ നെയിം യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്നോ എന്തെങ്കിലും നെയിം കൊടുത്തു. ദെൻ നമുക്കൊരു പാരന്തസിസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാരാമീറ്റേഴ്സ് ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. ദെൻ കോളൻ ഇട്ട് കൊടുക്കണം. ദെൻ കോളൻ ഇട്ടതിന് ശേഷം നമുക്ക് എന്താണ് ഫംഗ്ഷൻ ബോഡി എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ പ്രിൻറ്റ് ഹായ് എന്നുള്ള രീതിയിൽ കൊടുത്തു. ദെൻ നമുക്ക് ഒരു ഫംഗ്ഷൻ ബോഡിയും കൂടി കൊടുക്കാം. പ്രിൻറ്റ് ബിനു കെ ജോസ് എന്നുള്ള രീതിയിൽ എൻ്റെ നെയിം കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇതിനെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒറ്റ ലൈൻ കോളിൽ തന്നെ ആ ഒരു നെയിം അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ടെസ്റ്റ് എന്നാണ് നെയിം കൊടുത്തിരിക്കുന്നത്. ദെൻ ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അത് കൊടുക്കാതെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ വേറൊന്നും പ്രിൻറ്റ് ചെയ്യാനൊന്നും കൊടുത്തിട്ടില്ല. ഇത് ആക്ച്വലി ഇത് കോൾ ചെയ്താൽ മാത്രമാണ് ഇത് വർക്ക് ആവത്തുള്ളൂ. കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിവിടെ ജസ്റ്റ് ആ നെയിം മാത്രം കൊടുക്കുക. ടെസ്റ്റ് എന്നുള്ള നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കോൾ ആവും. സോ ഇനി റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രിൻ്റ് ആവും. അതായത് ഇവിടെ ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നെയിമിനെ കോൾ ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ എന്താണോ കിടക്കുന്നത് അതിനെ പ്രിൻറ്റ് ചെയ്യും. ആ രീതിയിലാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ ഫംഗ്ഷൻ ബോഡിക്കകത്ത് അതായത് ഇവിടെ നമുക്ക് എത്ര പ്രോഗ്രാംസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടൊക്കെ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഇത് ബേസിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്കൊരു വെബ്സൈറ്റ് കയറിയിട്ട് വെബ്സൈറ്റിനകത്ത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഫംഗ്ഷൻസിനെ പറ്റി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഫംഗ്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു ബ്ലോക്ക് ഓഫ് ലൈൻസ് കൂടുക അതിൽ അല്ലെങ്കിൽ ഒരു സെയിം സ്ക്രിപ്റ്റുകൾ നമുക്ക് പല സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട യൂസ് വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇതുപോലത്തെ ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ ഇതേ കോഡുകൾ തന്നെ പ്രിൻറ്റ് ഹായ് ബിനു കെ ജോസ് എന്നുള്ള ടെക്സ്റ്റിന് പല സ്ഥലങ്ങളിൽ പ്രിൻറ്റ് ചെയ്യേണ്ട കേസ് വരുന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിമിന് മാത്രം കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം അവിടെ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കോഡിൻ്റെ ലൈൻ കുറയ്ക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി സിമ്പിളാക്കി കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വെബ്സൈറ്റ് കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെബ്സൈറ്റ് തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആണ്. അതിനകത്ത് കുറച്ചുകൂടി നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് ആ ഒരു സെക്ഷനിൽ കാണാം. ബൈ ബൈ.